യെസ്, iOS 26.5 ഈസ് ഹിയർ. ഇതിൽ ഒരുപാട് മേജർ അപ്ഡേറ്റ്സ് ഒന്നുമില്ല, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പം ഞാനത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ഫസ്റ്റ് ടൈം ആയിട്ട് എൻ്റെ ഈ ചാനൽ കാണുന്നുണ്ട്, ഇപ്പോൾ തന്നെ ചാനൽ ഫോളോ ചെയ്ത് വെച്ചോ. നിങ്ങൾക്ക് ഇതേപോലെ ടെക് റിലേറ്റഡ് കോണ്ടന്റ്സും അതേപോലെ ഇൻഫോർമേറ്റീവ് കോണ്ടന്റ്സും ഒക്കെ ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ടാവും. പിന്നെ അതേപോലെ നിങ്ങൾ യൂട്യൂബ് ഹാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് എൻ്റെ ഗാഡ്ജറ്റ് റിവ്യൂസ്, അൺബോക്സിങ്, ലോങ് ടേം റിവ്യൂസ് ഒക്കെ യൂസ്ഫുൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് അവിടെ ഷെയർ ചെയ്യപ്പെടും. അപ്പോൾ എന്തായാലും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലേക്ക്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് നിങ്ങളെ വാൾപേപ്പർ ഇതേപോലെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങളെ ഹോം സ്ക്രീനും ഇതേപോലെ സെറ്റ് ചെയ്യാം. എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ വാൾപേപ്പറിൽ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുക, റൈറ്റിലേക്ക് ഓൾ ദ വേ നിങ്ങൾ സ്വൈപ്പ് ചെയ്യുക. ഇവിടെ പ്ലസ് ഐക്കൺ ഉണ്ടാവും, ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്കൊരു വോൾ ന്യൂ പ്രൈഡ് ബട്ടൺ കാണാൻ പറ്റും, പ്രൈഡ് വാൾപേപ്പർ. ഇതിൽ നിങ്ങൾ ഇതേപോലെ റൈറ്റിലേക്ക് സ്വൈപ്പ് ഇഷ്ടപ്പെട്ടതിലേക്ക് ആഡ് ചെയ്യുക. ഇതിലൊന്നും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ഇല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാം. ഡാർക്ക് തീമാണ്, ഡാർക്ക് തീം, ലൈറ്റ് തീമാണ്, ലൈറ്റ് തീം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇവിടെ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും. എത്ര 12 കളേഴ്സ് നിങ്ങൾക്ക് ടോട്ടൽ ഇവിടെ നിന്ന് ചൂസ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ ക്ലോക്കൊക്കെ ഓൾറെഡി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള അതൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോണ്ട് സെലക്ട് ചെയ്യാം, സൈസൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റും. വിഡ്ജറ്റ്സ് നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടമുള്ള വിഡ്ജറ്റ്സ് ഇവിടെ നിന്ന് ഇതേപോലെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് ബട്ടൺ കൊടുക്കുക. നിങ്ങൾക്ക് വാൾപേപ്പർ ഇവിടെ നിന്ന് സെറ്റ് ചെയ്തെടുക്കാം. അതേപോലെ സെറ്റ് ആസ് വാൾപേപ്പർ പെയർ കൊടുത്ത് കഴിഞ്ഞാൽ വാൾപേപ്പർ സെറ്റായി. സോ ഇപ്പോൾ ചെയ്താലും ഇവിടേക്ക് വരും. ഇവിടെ നിങ്ങൾ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്തിട്ട് എഡിറ്റ് കൊടുക്കുക, കസ്റ്റമൈസ് കൊടുത്തിട്ട് ഇവിടെ നിങ്ങൾ ഡാർക്ക് ഓർ ക്ലിയറിൽ കൊടുക്കുക. അപ്പോൾ ക്ലിയർ കൊടുത്തിട്ട് ഇതിൻ്റെ അകത്ത് ഡാർക്ക് തീം ആണെന്നുണ്ടെങ്കിൽ ഡാർക്കിലേക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ലൈറ്റ് കൊടുക്കുക, ഓട്ടോ ആണെങ്കിൽ ഓട്ടോ കൊടുക്കുക. ഡാർക്ക് കൊടുത്താൽ കുറച്ചുകൂടെ നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ ആപ്സും അതേപോലെ തന്നെ ഹോം സ്ക്രീനും ലോക്ക് സ്ക്രീനും ഒക്കെ സെറ്റ്. മാപ്സിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾക്ക് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഓരോ സ്ഥലത്തിന് വേണ്ടിയിട്ടുള്ള ഐക്കൺസോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഇപ്പോൾ അതൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പെട്രോൾ പമ്പ്സ് വേണം സെലക്ട് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് പോകാം. അതേപോലെ തന്നെ ഓരോ സെർച്ച് ഓപ്ഷൻസ് ഇവിടെ നിങ്ങൾക്ക് ഹോട്ടൽസ്, റെസ്റ്റോറൻറ്റ്സിൻ്റെ ഡെഡിക്കേറ്റഡ് ഐക്കൺസ് ഇപ്പോൾ സെറ്റായി. പിന്നെ നിങ്ങൾ ഏതെങ്കിലും തേർഡ് പാർട്ടി ഇതേപോലത്തെ ഹെഡ്ഫോൺസ് യൂസ് ചെയ്യുകയാണെങ്കിൽ, ഇതിപ്പോൾ ആപ്പിൾ തന്നെയാണ്, ബട്ട് സ്റ്റിൽ തേർഡ് പാർട്ടി യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതേപോലത്തെ ഡയലോഗ് ബോക്സ് നിങ്ങൾക്ക് വിസിബിൾ ആയിട്ട് കാണാൻ പറ്റും. എന്നിട്ടുള്ളത് നിങ്ങളെ RCS മെസ്സേജ് ഇല്ലേ, ഇതിൽ ബീറ്റ ടെസ്റ്റേഴ്സിന് മാത്രമായിട്ട് കുറച്ചുകൂടെ പ്രൈവസിയും കൂടെ ആഡ് ചെയ്തിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. ബീറ്റ ടെസ്റ്റേഴ്സിന് മാത്രമാണ്. അതുപോലെ നിങ്ങൾ ഈ ഒരു പോർട്ട് ഉപയോഗിച്ച് നിങ്ങൾ ഏതെങ്കിലും ഗാഡ്ജറ്റ്സ് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഡയറക്റ്റ് അത് ബ്ലൂടൂത്ത് ആയിട്ട് കണക്ട് ചെയ്തിട്ട് നിങ്ങൾ ആ ഗാഡ്ജറ്റ് പെയർ ചെയ്തിട്ട് കണക്ടിവിറ്റി ബ്ലൂടൂത്തിലേക്ക് ചേഞ്ച് ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ട്രാൻസ്ഫർ ടു ആൻഡ്രോയിഡ് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫീച്ചർ ഇല്ലേ, ഇതിൽ നിങ്ങൾക്ക് ഇനി മുതൽ മെസ്സേജസ് കൂടെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഡ്യൂറേഷൻ 1 ഇയർ, 6 മന്ത്, 1 മന്ത് ഉള്ള രീതിയിൽ നിങ്ങൾക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാനും പറ്റും. ഡെവലപ്പേഴ്സിന് ഒരു ഗുഡ് ന്യൂസ് എന്ന് വെച്ചാൽ നിങ്ങൾ പബ്ലിഷ് ചെയ്ത ആപ്പിലേക്ക് നിങ്ങൾക്ക് അപ് ടു 12 മന്ത്സ് വരെയുള്ള പേയ്മെന്റ് മേടിക്കാൻ പറ്റും. ബട്ട് സ്റ്റിൽ സബ്സ്ക്രിപ്ഷൻ ആരെങ്കിലും എടുത്തു കഴിഞ്ഞാൽ 1 മന്ത് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അവർക്ക് ഒഴിവാക്കാനും പറ്റും. സോ ഇതേപോലെ ഇൻഫോർമേറ്റീവ്, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടെക് അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് ഇപ്പൊ തന്നെ എൻ്റെ ചാനൽ ഫോളോ ചെയ്ത് വെച്ചോ, യൂട്യൂബ് ഹാനിലൂടെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. അപ്പൊ അടുത്ത ദിവസം അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.